ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, നമുക്കറിയാം ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു, വിജനമായൊരു സ്ഥലത്താണ് ഈ 5 വെടിപ്പുരകളും പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ വലിയ സ്ഫോടനം ഉണ്ടായപ്പോൾ സമീപത്തെ വീടുകളിലൊക്കെ തന്നെയും ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന നിലയ്ക്ക് വലിയ രീതിയിൽ പ്രകമ്പനങ്ങൾ ഉണ്ടായി എന്നതാണ്. പലർക്കും ഈ ജനൽ ചില്ലുകളൊക്കെ തകർന്നു വീണതുകൊണ്ട് കുട്ടികൾക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്നത് നമ്മൾ കണ്ടു. സമീപവാസികൾ ഇപ്പോഴും ഈ ദുരന്തത്തിന്റെ ഞെട്ടലിൽ തന്നെ ആയിരിക്കും അല്ലേ ഷഹദ്? വിനീത, തീർച്ചയായിട്ടും. കാരണം ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഈ നെട്ടലിലാണ്. നമ്മൾ നിൽക്കുന്നത് അത്തരത്തിലൊരു വീട്ടിലാണ്. ഇവിടുത്തെ ഈ ജനൽ ചില്ലുകളൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. കാരണം എല്ലാം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ഇത് ഈ ഒരു വീട്ടിലെ മാത്രം സ്ഥിതിയല്ല, മറിച്ച് ഈ പ്രദേശത്തുള്ള ഏകദേശം ഒരു 10-15-20 വീടുകളുടെ സ്ഥിതി ഇത് തന്നെയാണ്. കാരണം അവിടുത്തെ ജനൽ ചില്ലുകൾ പൂർണ്ണമായിട്ടും തകർന്നു. ഒപ്പം തന്നെ ഈ ഡോറുകൾ ഒക്കെ തന്നെ തകർന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഇവിടെ ഈ പ്രദേശത്തെ ഒരു പള്ളിപ്പെരുന്നാൾ നടക്കുകയായിരുന്നു. ആ പള്ളിയുടെ ആദ്യമായിട്ടുള്ള പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഇവിടെ ഈ വീട്ടിലുണ്ടായിരുന്നു. മാത്രമല്ല, ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പണ്ടുള്ളത്. അപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ ജനൽ ചില്ലുകളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടേക്ക് അവിടെ നിന്നുള്ള ഈ പടക്കത്തിന്റെ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ചീളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, വന്ന് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതെ അതെ, വീഴുന്ന സാഹചര്യമുണ്ട്. അപ്പൊ എനിക്ക് ഇവിടുത്തെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയോട് ഒരു പക്ഷേ പ്രതികരണം ചോദിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചേച്ചി, അമ്മ ഒന്ന് വരുമോ? ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് അമ്മ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അമ്മയുടെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കും. അമ്മ നേരത്തെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഏകദേശം എത്ര മണിയോട് കൂടിയിട്ടായിരുന്നു ഈ സംഭവം നടക്കുന്നത്? ഈ സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? 3:20 ഉണ്ടായി. പെട്ടെന്നൊരു പുക ഉണ്ടായത്. കുറച്ചും കൂടെ പുകയാണ് ഉണ്ടായത്. പുകയോട് കൂടി പിന്നെ വലിയ വലിയ പൊട്ടലുകൾ വന്നത്. അപ്പം ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഓടിപ്പോയി. എല്ലാവരും വീട്ടിലും ഇന്ന് പള്ളി പെരുന്നാളായിരുന്നു. ആ ദിവസമായിരുന്നു ഇന്നലെ കുട്ടകുളം പള്ളിയിൽ. പിന്നെ എല്ലാവരും ഓടിപ്പോയി. അങ്ങനെ സംഭവം ഉണ്ടായി. പിന്നെ 6 മണിയായിട്ട് തിരിച്ചു വന്ന് അതുവരെ പുറത്ത് നിന്നു. ഈ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? അപ്പം ഇവിടെ ഈ നിർമ്മാണത്തിൽ ഏർപ്പെട്ട ആരെങ്കിലൊക്കെ പരിചയം? വേലായുധേട്ടനാണ് ഉണ്ടായിരുന്നത്, ഞങ്ങളുടെ അറിവിലുള്ളത്. പിന്നെ പുറമെന്ന് വരുന്ന ആൾക്കാരാണ്. അവരാണ് ഞങ്ങൾ അങ്ങനെ വർത്താനം പറയാറില്ല. ഇതിൽ പോവാറുണ്ടെങ്കിലും ഞങ്ങൾ സംസാരിക്കാറൊന്നുമില്ല അങ്ങനെ. പിന്നെ സതീശനെ ഞങ്ങൾ അറിയും. ആരെങ്കിലും വിളിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ? ഇല്ല. ഞങ്ങൾ പിന്നെ വൈകുന്നേരം ഇപ്പോൾ വേലായുധേട്ടനെ കണ്ടു. അപ്പോൾ വേലായുധേട്ടൻ ഇതിൽ ഓടിപ്പോയത്. അപ്പോൾ വേലായുധേട്ടൻ കൈ കൊണ്ട് കാണിച്ചു, ഒന്നും മിണ്ടിയില്ല. ആൾക്ക് ആകെ വിഷമം കൊണ്ടേ ടെൻഷൻ ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെ രാത്രി ഞങ്ങൾ TV-ൽ പറയാൻ കേട്ടത് ആളാണ്. ഇത് നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും ശബ്ദം കേട്ടിട്ടാണോ മനസ്സിലാക്കുന്നത്, അതോ പുക ഇറന്നത് കണ്ടിട്ട് വന്നപ്പോൾ മനസ്സിലായി സംഭവം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പിടികിട്ടി. അത്രയും പുകയാണ് വരുന്നത്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ബ്രീഫ് ചെയ്യാം. ഇപ്പോൾ താത്കാലിക നമുക്ക് എന്താണത് നോക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, താങ്ക് യു. തൃശ്ശൂർ കമ്മീഷണർ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പരിശോധന നടത്തിയ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. വീണ്ടും നമുക്ക് ആ ചേച്ചിയുടെ പ്രതികരണം കേൾക്കാം. അവർ കിടന്നുറങ്ങുന്നവരോട് വേഗം ഏറ്റവും ഓടിക്കോളാൻ പറഞ്ഞു, പുറത്തേക്ക് ഓടിക്കോളാൻ പറഞ്ഞു. എല്ലാവരും ഓടി. പിന്നെ ഈ ഭാഗത്തുള്ള എല്ലാവരും ഓടി. ഒറ്റ ആൾ വീട്ടിലുണ്ടായിരുന്നില്ല. വാതിലും കൂടി അടയ്ക്കാണ്ട് ഞങ്ങൾ ഓടിപ്പോയത്. എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഓടി. ഇവിടെ ഇപ്പോൾ ഈ വീടിൻ്റെ ജനൽ ചില്ലും അതുപോലെ തന്നെ വാതിലും ഒക്കെ പൊട്ടി, എല്ലാം പോയി. അത്ര ഇവിടെ അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് ഇന്നലെ എല്ലാവരും വീടുകളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നവരും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ പോയി വീടുകളിൽ നിന്ന്. അതുണ്ടായത്. ഇപ്പം വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ഈ ഇവിടെ തന്നെയല്ലേ ഇത് നിറയ്ക്കാറും? ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതേവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ഇത് നടന്ന ഉടൻ തന്നെ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഓടി എന്ന് പറഞ്ഞു. അപ്പം ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമോ? അവരെ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നൊക്കെ നിങ്ങൾ കാണുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒറ്റ ആളെയും കണ്ടിട്ടില്ല. ഈ ഭാഗത്തേക്ക് ആരും വന്നിട്ടില്ല. അവർ ആ സൈഡിൽ കൂടെ പാടത്ത് കൂടെ ഓടിപ്പോയി എന്നാണ് ഞങ്ങൾക്ക് തോന്നണം. ഒരാൾ പറഞ്ഞത് ഇപ്പോൾ അവിടെയൊക്കെ പാടാണ്. അവർ വേണമെങ്കിൽ ഈ സൈഡ് പൊട്ടണമെങ്കിൽ അവർ ഈ സൈഡിലേക്ക് ഓടിയിട്ടുണ്ടാവും. പക്ഷെ ഓടുമ്പോൾ ഇത് വന്ന് വീണിട്ട് ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചില്ലെന്ന് നമുക്കറിയില്ലല്ലോ. വലിയ ശബ്ദം ഉണ്ടായിരുന്നു. ശബ്ദ എന്ത് പൊട്ടിയിടുന്ന നിൽക്കാത്ത പൊട്ടണതേ. ഒരു സെക്കൻഡ് നിൽക്കണില്ല, പൊട്ടിക്കൊണ്ടിരിക്കന്നെ. ഭയങ്കര പൊട്ടാട്ടാ.
നിത, അതാണ്. അപ്പം തൊട്ടടുത്ത്, അതായത് ഈ പടക്ക നിർമ്മാണം നടക്കുന്നതിന്റെ തൊട്ട അടുത്താണ് ഈ വീടുള്ളത്. അതിന്റെ ശരി, അതാണ് ഷഹദ. വീട്ടുകാരൊക്കെ തന്നെ ഈ ഞെട്ടലിലാണ്. വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്, അതും നിർത്താതെ, ഒരു സെക്കൻഡ് പോലും നിർത്താതെ അത്രമാത്രം വെടിമരുന്ന് പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് കാണാം, ഗുണ്ടുകളൊക്കെ നമുക്ക് കാണാം അവിടെ, ഗുണ്ടും മമിട്ടും അതുപോലെ അവിടെ സൂക്ഷിച്ചിരുന്ന വെടിക്കോപ്പുകളെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ടാണ് പൊട്ടിത്തെറിച്ചത്. പക്ഷേ 2.5 മണിക്കൂറോളം ഇത് തുടർന്നു, ഈ പൊട്ടിത്തെറികൾ എന്നതാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അതിനകത്തേക്ക് എത്താൻ തന്നെ 2.5 മണിക്കൂറോളം എടുത്തു എന്നതാണ്.